ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ എലഞ്ഞി പഞ്ചായത്തിലെ കൂരുമല എന്ന ടൂറിസ്റ്റ് വ്യൂ പോയിന്റിലാണ് എത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അതിലുപരിയായിട്ട് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ 7 ജില്ലകളുടെ വിവിധ പ്രദേശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ എറണാകുളം ജില്ലയിൽ നിന്ന് 40 കിലോമീറ്റർ പിറവത്തേക്ക് യാത്ര ചെയ്താൽ പിറവത്തു നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ മനോഹരമായ പ്ലേസിലേക്ക് വരാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഈ കാഴ്ചകൾ ആസ്വദിച്ച് പോകും. നമുക്കിതിൻ്റെ നല്ല കാഴ്ചകളിലേക്ക് പോകാം. താഴ്വര കാഴ്ചകളിൽ കൂരമല മൂന്നാറിൻ്റെയും പീരുമേടിൻ്റെയും പിറകിലല്ല എന്ന് മലമുകളിലെ വാച്ച് ടവറിൽ നിന്നുള്ള ദൂരക്കാഴ്ചകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രഭാതത്തിലെയും സന്ധ്യയിലെയും കോടമഞ്ഞിറങ്ങുന്ന കാഴ്ച കൂരുമലയിലേക്ക് യാത്രാപ്രേമികളെ അടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലമുകളിൽ നടന്നു കയറി മലനിരകളുടെ ഭംഗി ആസ്വദിക്കുവാനും കാറ്റുകൊള്ളാനും രാത്രിയിൽ നക്ഷത്രങ്ങളെ കണ്ടു കിടക്കാനും മറ്റുമായി അടുത്ത പ്രദേശങ്ങളിലെ ആളുകൾ നേരത്തെ തന്നെ ഇവിടം സന്ദർശിക്കാറുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു അപ്പൊക്കത്തെ വരുമ്പോ. കൂരുമലയിൽ റോപ്പ് വേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ട വിധം വികസിപ്പിച്ചെടുത്താൽ നല്ലൊരു ഹിൽ സ്റ്റേഷനാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഉയരത്തിലുള്ള പാറകൾ നിറഞ്ഞതിനാൽ സാഹസിക ടൂറിസം ഇഷ്ടമുള്ളവർക്കും സന്ദർശിക്കാൻ പറ്റിയൊരിടമാണ് കൂരുമല. കൂരുമലയിലെ വിനോദസഞ്ചാര സാധ്യത കണക്കിലെടുത്ത് കൂരുമല ടൂറിസം പദ്ധതിക്കായി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എങ്കിലും 2021 ശേഷം ഇതിനുവേണ്ടി ഒരു ഫണ്ടും മാറ്റിവെച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂരുമലയിലെ ടൂറിസം പ്രവർത്തനങ്ങൾ ബോധപൂർവം അട്ടിമറിക്കുന്നതായി ചില പ്രദേശവാസികൾ പറയുന്നു. ടോയ്ലറ്റ് സൗകര്യങ്ങൾ തച്ചുടയ്ക്കുന്നതും വികസനത്തിന് വേണ്ടി ഫണ്ട് മാറ്റിവെക്കാത്തതും അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് സംശയമുണ്ടെന്നും പറയുന്നു. 18-19 ജില്ലാ ശുചിത്വ മിഷന്റെ ഫണ്ട് ലഭിച്ചുകൊണ്ടാണ് ഈ ബാത്റൂം ഉപയോഗിക്കുന്നത്. അന്ന് ഞാൻ ഇതുവരെയായിരുന്നു അത് കഴിഞ്ഞ വർഷമാണ് പണി പൂർത്തീകരിച്ചത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ആരൊക്കെയോ വന്ന് രാത്രിയിൽ ഇത് ഡോറെല്ലാം തല്ലി പൊട്ടിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഇവിടെ സ്ത്രീകളൊക്കെ വരുമ്പോൾ വളരെ വിഷമിക്കുന്നുണ്ട് ഒന്ന് ബാത്റൂമിൽ പോകാനൊക്കെ ആയിട്ട്. ഈ കാര്യങ്ങളെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അറിയിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല.